ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലെ സ്വയം രൂപ കഥാ മഹ്യം ദദാതി സപദാന്തികം. വന്ദേഹം ശ്രീഗുരോഃ ശ്രീയുതപദകമലം ശ്രീഗുരൂൻ വൈഷ്ണവാൻ ച. ശ്രീരൂപം സാഗ്രജാതാൻ സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം. ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ചകൽപദേ ഗോപേശ ഗോപികാകാന്ത ശ്രീരാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. നമോം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഗീതാ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇപ്പം നമ്മൾ നാലാമത്തെ അധ്യായമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാലാം അധ്യായത്തിൽ 2 ഭാഗങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 3ാമത്തെ ഭാഗമാണ് എടുക്കുന്നത്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അർജുനോട് ഭഗവത്ഗീതയുടെ ഇതിഹാസത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. ഭഗവാൻ പറഞ്ഞത്, അർജുന, ഇത് ഞാൻ നിനക്ക് ഇവിടെ ആദ്യമായിട്ടല്ല പറയുന്നത്. 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സൂര്യദേവൻ വിവസ്വാൻ ഇത് ഉപദേശിച്ചു കൊടുത്തിരുന്നു. വിവസ്വാൻ തൻ്റെ പുത്രനായ മനുവിനും മനു തൻ്റെ പുത്രനായ ഇക്ഷ്വാകിനും ഈ തത്വത്തെ ഉപദേശിച്ചു കൊടുത്തിരുന്നു. എന്നാൽ ഇപ്രകാരം രാജർഷി പരമ്പരയിലൂടെ വന്നിരുന്ന ഈ തത്വം, ഈ യോഗം, ഈ ശാസ്ത്രം കാലത്തിൻ്റെ പ്രവാഹത്തിൽ നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഈ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തതെന്നാണ്. സനാതനമായത് എങ്ങനെ നഷ്ടപ്പെടുന്ന? ഇവിടെ നഷ്ടപ്പെടുക എന്നുള്ള അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കണമെങ്കിൽ സൂര്യൻ്റെ പ്രകാശം കാർമേഘം കണ്ടു മൂടാറുണ്ട്. അപ്പോൾ കുറച്ച് സമയത്ത് നമുക്ക് ആ സൂര്യപ്രകാശം കിട്ടില്ല. എന്നാൽ ആ കാർമേഘം മാറുമ്പോൾ ആ സൂര്യപ്രകാശം പഴയതുപോലെ ജ്വലിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കും. അതുപോലെയാണ് ഈ തത്വം ഒരിക്കലും നശിച്ചിട്ടില്ല, നശിക്കുകയുമില്ല. പിന്നീട് ഭഗവാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അർജുനെ ഭഗവാൻ സെലക്ട് ചെയ്യുന്നത്. അതിന് ഭഗവാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഭക്താസീമേ സഹചരി രഹസ്യം ഹി ഏത് ഉത്തമം. ഈ രഹസ്യം പറഞ്ഞു തരാൻ നിന്നെ സെലക്ട് ചെയ്യേണ്ട കാരണം, ഒന്ന്, നീ എൻ്റെ ഭക്തനാണ്, ഭക്താസീമേ സഹചേതി. മാത്രമല്ല നീ എൻ്റെ സുഹൃത്തുമാണ്. അപ്പം അതിനും നമുക്ക് മനസ്സിലാകാം ഭഗവത്ഗീത പഠിക്കാനുള്ള, കേൾക്കാനുള്ള യോഗ്യത ആർക്കാണ്? ഭഗവാന്റെ ഭക്തനായിരിക്കണം. ഒറ്റ ഒരു കണ്ടീഷനെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അർജുൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ഉത്തമ ഭക്തനാണ്. അപ്പോൾ ഉള്ളിൽ വരുന്ന ഓരോ സംശയത്തിനും ഉത്തരം തേടുന്നതോടൊപ്പം
ഭാവിയിൽ നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായേക്കാവുന്ന സംശയത്തിനും കൂടി അർജുൻ നിവർത്തി വരുത്തുകയാണ്. പറഞ്ഞതിൻ്റെ അർത്ഥം അർജുൻ ഭഗവാന്റെ ഒരു ശുദ്ധഭക്തനാണ്. അതുകൊണ്ട് തന്നെ അർജുൻ ഈ തത്വങ്ങളെല്ലാം അറിയാം. പിന്നെ അർജുൻ ഓരോ ചോദ്യം ചോദിക്കുന്നു പറഞ്ഞാൽ ഭാവിയിൽ 5000 വർഷങ്ങൾക്ക് ശേഷം അല്ല 10,000 വർഷങ്ങൾക്ക് ശേഷം നമ്മളെപ്പോലുള്ള ബദ്ധ ജീവാത്മാക്കൾക്ക് ഒരു പക്ഷേ ഉണ്ടായേക്കാവുന്ന സംശയങ്ങൾക്ക് അർജുൻ ഭഗവാനിലൂടെ നിവാരണം വരുത്തുകയാണ്. അപ്പോൾ അതാണ് 4ാമത്തെ ശ്ലോകം. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 ശ്ലോകം എടുത്തായിരുന്നു. 4ാമത്തെ ശ്ലോകം അർജുൻ്റെ ഒരു സംശയമാണ്. ശ്ലോകം ഞാൻ വായിക്കാം, അതിൻ്റെ അർത്ഥവും വായിക്കാം, പിന്നെ നമുക്കത് ചർച്ച ചെയ്യാം. അർജുൻ ചോദിക്കുന്നു, അർജുന ഉവാച അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേതത് വിജാനീയാം ത്വമാദൗ പ്രോക്തവാനിതി. അർജുനൻ പറഞ്ഞു. അർജുനൻ ചോദിച്ചു, അപരം ഭവതോ ജന്മ, അതായത് ഭഗവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ പിന്നീടുള്ളതാകുന്നു. അപരം എന്ന് പറഞ്ഞാൽ പിന്നീടുള്ളതാണ്. എപ്പോഴും പരം ജന്മ വിവസ്വത, അതായത് വളരെ മുമ്പ് വിവസ്വാൻ സൂര്യൻ ജനിച്ച വളരെ മുമ്പാണ് അങ്ങയുടെ ജന്മം. ഭവാന്റെ ജന്മം എന്ന് പറഞ്ഞാൽ അതിന് ശേഷമാണ്. അപ്പോൾ വിവസ്വാൻ എന്ന സൂര്യദേവൻ അങ്ങയേക്കാൾ വളരെ മുമ്പേ ജനിച്ചിരിക്കെ അങ്ങ് അദ്ദേഹത്തിന് ഉപദേശം നൽകിയെന്ന് പറയുന്നത് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ഈ സംശയം ഒരുപക്ഷെ അർജുനൻ ചോദിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ മനസ്സിലും വരായിരുന്നു. ഇല്ലെങ്കിൽ ഭാഗവത്ഗീതയെക്കുറിച്ച് അറിയാൻ വയ്യാത്ത വ്യക്തികളുടെ ഉള്ളിൽ വരാമായിരുന്നു. അതുകൊണ്ടാണ് അർജുൻ ഈ ചോദ്യം ചോദിച്ചത്. അപ്പോൾ അർജുനും ഭഗവാനും തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഏതാണ്ട് സമപ്രായക്കാരാണ്. അപ്പം അർജുൻ അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വതഃ കഥമേത വിജാനീയ ത്വമേത പ്രോക്തവാനിതി. അപ്പം അർജുനൻ പറഞ്ഞത്, കൃഷ്ണ, അപരം ഭവതോ ജന്മ പരം ജന്മ വിവസ്വത, നമ്മുടെ രണ്ടുപേരുടെയും പ്രായം ഏതാണ്ട് സമമാണല്ലോ. അതായത് നമ്മൾ രണ്ടുപേരും ജനിച്ചതിൻ്റെ ഒരേ സമയത്താണ്. എന്നാൽ സൂര്യദേവൻ അതിനേക്കാൾ എത്രയോ വർഷം മുമ്പാണ് ജനിച്ചിരിക്കുന്നത്. പിന്നെ എപ്പോഴാണ് അങ്ങ് സൂര്യഭഗവാന് ഈ ഞാൻ അറിയാതെ പോയിട്ട് ഉപദേശം കൊടുത്തത്? അപ്പം അതിന് മറുപടി ഭഗവാൻ പറയുന്നത് 5ാമത്തെ ശ്ലോകത്തിലാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എനിക്കെല്ലാം ഓർമ്മിക്കാൻ കഴിയും, എന്നാൽ നിനക്കതിന് കഴിയില്ല. ഇവിടെ അർജുൻ്റെ ഉള്ളിൽ അപ്പം ഇത് ഭഗവാൻ പറഞ്ഞു, എനിക്കും നിനക്കും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു, എനിക്കിതെല്ലാം ഓർക്കാൻ കഴിയുന്നുണ്ട് ഓരോ ജന്മങ്ങളും, പക്ഷെ നിനക്കത് ഓർക്കാൻ കഴിയുന്നില്ല. അപ്പം ഇവിടെ അർജുൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ചോദ്യമുണ്ട്. അതായത് എന്തുകൊണ്ടാണ് എനിക്കിത് ഓർക്കാൻ വയ്യാതെ ഭഗവാൻ ഇത് ഓർക്കാനും കഴിയുന്നത്? അല്ല അങ്ങേക്കിതെല്ലാം. അവിടെ ഭഗവാൻ അർജുൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് കൃഷ്ണൻ ഭഗവാനാണെന്ന് അറിയാം. എന്നാലും ഒരു നാച്ചുറൽ ചോദ്യം അർജുൻ എൻ്റെ മനസ്സിൽ ഉയർന്നതാണ്. എന്തുകൊണ്ട് എനിക്ക് അറിയാൻ കഴിയുന്നില്ല? അങ്ങേക്കെല്ലാം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഓർക്കുന്നില്ല? അപ്പോൾ ഭഗവാൻ പറയുന്ന, അർജുന, നീ ഒരു സാധാരണ ജീവാത്മാവും ഞാൻ സാക്ഷാൽ ഭഗവാനുമാണ്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ, അതായത് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത് 6ാമത്തെ ശ്ലോകത്തിലാണ്. 6ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നത്, അർജുന, അജോബി സൻ അവ്യയാത്മാ ഭൂതാനാം ഈശ്വരോബി സൻ പ്രകൃതിം സ്വം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. എനിക്ക് പിറവിയില്ല, എൻ്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല. ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എനിക്കൊരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. എനിക്കൊരിക്കലും എന്നിരിക്കലും, ഞാൻ തെറ്റാണ് വായിച്ചത്, സോറി, എന്നിരിക്കലും യുഗം തോറും എൻ്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അപ്പം ഇവിടെ 5ാമത്തെ ശ്ലോകം സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇത് കേട്ട് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഭഗവാൻ ജീവാത്മാവിൻ്റെയും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. പക്ഷേ ഇവിടെ സ്വാഭാവികവും സാധാരണ വ്യക്തികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്, എനിക്കും നിനക്കും അനേക ജന്മങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നതാണ്. അപ്പോൾ ഭഗവാന് ജന്മമുണ്ട്. കാരണം ജന്മം ഉണ്ടെങ്കിൽ മരണമുണ്ട്, മരണമുണ്ടെങ്കിൽ ജന്മമുണ്ട്. ഇത് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നതാണ്. 2ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവാൻ. അപ്പോൾ ഇവിടെ എന്താണ് ഭഗവാൻ ഉദ്ദേശിച്ചത്? എൻ്റെ ചോദ്യം അല്ലെങ്കിൽ സംശയം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ പറഞ്ഞത്, ഈ 5ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, എൻ്റെയും നിൻ്റെയും എണ്ണമറ്റ ജന്മങ്ങൾ കഴിഞ്ഞു, എനിക്കെല്ലാം ഓർമ്മയുണ്ട്, നിനക്ക് ഓർമ്മയില്ല. അപ്പോൾ സ്വാഭാവികം നമ്മുടെ ഉള്ളിൽ, അർജുൻ്റെ ഉള്ളിൽ ഈ സംശയം വന്നില്ല. നമ്മുടെ ഉള്ളിൽ അർജുനൊരു വന്ന സംശയം എന്തായിരുന്നു? അങ്ങേക്കെല്ലാം ഓർമ്മയുണ്ട്, എന്തുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല? അതിന് ഭഗവാൻ മറുപടി 6ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു,
ഞാൻ ജീവാത്മാവല്ല, പരമാത്മാവാണ്, നീ ജീവാത്മാവാണ്, നമ്മളുടെ വ്യത്യാസം ഇതാണ്. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഭഗവാന് കഴിഞ്ഞതും ഇന്നത്തെയും എന്നത്തെയും മാത്രമല്ല, ഓരോ വ്യക്തികളുടെയും ഓരോ ജീവാത്മാവിൻ്റെയും, ചെടികളുടെ ആയാലും മരങ്ങളുടെ ആയാലും മറ്റു പ്രാണികളുടെ ആയാലും ജീവികളുടെ മനുഷ്യരുടെയും എത്ര ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ടോ, കോടി ജന്മങ്ങൾ കഴിഞ്ഞിട്ട് കോടി ജന്മത്തിൽ അവർ ചെയ്ത കർമ്മങ്ങളും എല്ലാം ഭഗവാൻ ഓർമ്മയുണ്ട്. ഒരു വ്യക്തിയുടെ അല്ല, എല്ലാ ജീവജാലങ്ങളുടെയും കർമ്മങ്ങൾ ഭഗവാൻ ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാൻ നമ്മൾ വിളിക്കുന്നത്. ഈ നോസ് എവരിത്തിങ്. അപ്പം അർജുൻ്റെ സംശയത്തിന് മറുപടി ഭഗവാൻ പറഞ്ഞു. പക്ഷെ സാധാരണക്കാരായ നമ്മളെപ്പോലുള്ള മനുഷ്യർ ചോദ്യം വരാം. ഇവിടെ ഭഗവാൻ സ്വയം പറയുകയാണ്, എനിക്കും നിനക്കും അനേകം ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ചോദ്യം ഇതാണ്. ഭഗവാൻ രണ്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ജനിച്ചവർക്ക് മരണമുണ്ട്, മരിച്ചവർക്ക് വീണ്ടും ജീവിക്കുന്നുണ്ട്. മരണമുണ്ട്, മരിച്ചവർക്ക് ജനനവും ജനിച്ചവർക്ക് മരണമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഈ പറഞ്ഞ് ശരിയാണോ? പറഞ്ഞത് രണ്ടും ഭഗവാൻ തന്നെയാണ്, അതുകൊണ്ട് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഇവിടെ ഭഗവാൻ എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്കറിയാം ദിവസവും നമ്മൾ രാവിലെ സൂര്യോദയം കാണാറുണ്ട്, വൈകിട്ട് സൂര്യ അസ്തമയം കാണാറുണ്ട്. സൂര്യൻ നമ്മുടെ മുമ്പിൽ രാവിലെ പ്രകടമാകുന്നു, വൈകിട്ട് അപ്രകടമാകുന്നു. അതിന് നമ്മൾ ഉദയവും അസ്തമവും എന്ന് പറയുന്നു. അതിൻ്റെ അർത്ഥം സൂര്യൻ വൈകിട്ട് മരിച്ചു പോയെന്നോ വീണ്ടും രാവിലെ ജനിച്ചു എന്നല്ല അർത്ഥം. നമ്മുടെ കണ്ണുകൾക്ക് ഗോചരങ്ങളല്ല, നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ എവിടെയോ ആ സമയത്ത് ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ട്. ഭാരതത്തിൽ കാണാൻ കഴിയുന്നതെങ്കിൽ അമേരിക്ക കാണുന്നുണ്ടായിരിക്കാം, അമേരിക്ക കാണാൻ പറ്റാത്ത സമയത്ത് ന്യൂസിലൻഡിൽ കാണുന്നുണ്ടായിരിക്കാം. അപ്പം എവിടെങ്കിലും ആരെങ്കിലും കാണുന്നു. അതുകൊണ്ട് സൂര്യൻ്റെ അസ്തിത്വം ഇല്ലാതാകുന്നില്ല. നമ്മുടെ കണ്ണുകൾക്ക് ഗോചരങ്ങളല്ല. അതേപോലെ ഭഗവാൻ ഓരോ പ്ലാനറ്റിൽ ഓരോ സമയത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഭഗവാൻ ആവശ്യമുള്ളപ്പോൾ വരുന്നു, ആവശ്യം കഴിയുമ്പോൾ ഭഗവാൻ പോകുന്നു. ഇവിടെ അർജുൻ്റെ ഓരോ ചോദ്യവും കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ആധ്യാത്മികത എന്ന് പറയുന്നത്, അത് ഞാൻ വൈദിക നിയമത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. വൈദിക നിയമം നിങ്ങൾ കേട്ടിട്ടുണ്ട്? വൈദിക നിയമം, വൈദികം എന്ന് പറഞ്ഞാൽ വേദത്തിനെ അനുസരിച്ച് ജീവിക്കുന്നവരെയാണ് വൈദിക നിയമം എന്ന് പറയുന്നത്. വേദത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അനുസരിച്ച് ജീവിച്ചിരിക്കുന്ന വൈദിക നിയമം എന്ന് പറയുന്നത്. അപ്പോൾ വൈദിക നിയമം അത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അന്ധവിശ്വാസങ്ങളില്ല, ശാസ്ത്രീയമായിട്ടാണ് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതാണ് വൈദിക നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എല്ലാ മതത്തിലും ഉണ്ട് അന്ധവിശ്വാസം. എല്ലാ മതത്തിലും ചില ആചാര്യന്മാരെന്ന് സ്വയം പ്രഖ്യാപിച്ച മതപണ്ഡിതന്മാർ, അവർ പറയുന്ന ചില കാര്യങ്ങൾ, അതാണ് അന്ധവിശ്വാസത്തിലേക്ക് മനുഷ്യൻ നയിക്കുന്നത്. ദീപാവലിക്ക് കടക്കം പൊട്ടിച്ച നരകത്തിൽ പോവും, അസുഖം വന്നാൽ ഹോസ്പിറ്റലിൽ പോകണ്ട, കിഴക്കോട്ട് തിരിഞ്ഞിരിക്കരുത്, പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കരുത്, എന്തൊക്കെ വിഡിതങ്ങളെ പറയുന്നത്. പലപ്പോഴും നമുക്ക് കേൾക്കുമ്പം വിഷമമാണ് വരുന്നത്. കാരണം ഭക്തിയെ അത് ഇല്ലാതാക്കാനാണ് കാര്യം. ഇപ്പം ചില അമ്മമാരുണ്ട്, കുട്ടികളുടെ പരീക്ഷ സമയത്ത് പറയും, മോനെ അമ്പലത്തിൽ കൂടെ കയറി പോകണേ, അല്ലെ മോളെ അമ്പലത്തിൽ കൂടെ കയറി പോകണേ. റിസൾട്ട് വരുന്ന ദിവസം അന്ന് വേണമെങ്കിൽ പൈസയും കൈ കൊടുക്കും, അമ്പലത്തിൽ കാണിക്കിട്ടേക്കണേന്ന് പറയും. റിസൾട്ട് ദിവസം അമ്പലത്തിൽ തൊഴുതിട്ട് പോകണേ, ബാക്കിയുള്ള ദിവസവും. അപ്പോൾ ഈ കുട്ടികൾ എന്താ വിചാരിക്കുന്നത്, എൻ്റെ പരീക്ഷയ്ക്ക് ഞാൻ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്പലത്തിലിരിക്കുന്ന ഏത് ദേവിയാണ്, ദേവനാണ്, അല്ലെങ്കിൽ ആരാണ്, അവരുടെ കൃപയും കൂടെ ആവശ്യമുണ്ട്. മാർക്ക് കുറഞ്ഞാലോ അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ നിലവിളക്ക് കത്തിക്കായിരുന്നു. ഞാൻ ഒരു തിരി കിഴക്കോട്ട് ഒരു തിരി പടിഞ്ഞാട്ട് വിട്ട് കത്തിച്ചു. പറഞ്ഞില്ല, 2 തിരി ഇങ്ങനെ കൈകൾ കൂപ്പുന്ന പോലെ വെച്ചിട്ട്, അപ്പോൾ അവർക്കാരോ പറഞ്ഞു കൊടുത്താണത്, വെച്ച് കൂപ്പുന്ന പോലെ കത്തിക്കണം. ഞാൻ ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിളക്ക് കത്തിക്കുക, വിളക്ക് കത്തിക്കേണ്ട അത്യാവശ്യമാണ്. അതിൻ്റെ പുറകിൽ ഒരുപാട് ഫിലോസഫി ഉണ്ട്. അപ്പം ഇങ്ങനെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ, ദീപാവലിക്ക് പടക്കം പൊട്ടിച്ച നരകത്തിൽ പോവും, അസുഖം വന്ന അമ്പലത്തിൽ പോകരുത്, ആശുപത്രിയിൽ പോകരുത്, അല്ലെങ്കിൽ കിഴക്കോട്ട് ദർശനമുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും ലാഭത്തിലാണോ? തെക്കോട്ട് ദർശനമുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളും നഷ്ടത്തിലാണോ? എനിക്കറിയില്ല. ചിലരുടെയൊക്കെ പ്രത്താനം കേട്ട് കഴിഞ്ഞാൽ അടി കൊടുക്കണമെന്ന് തോന്നിപ്പോവും. ഭഗവാന്റെ ഓടക്കുഴലിൽ നിന്ന് ഫോട്ടോ വീട്ടിൽ വെക്കരുത്. അതെന്താ? അതെല്ലാം ഊതിക്കളയും. ഇത് എവിടെങ്കിലും
കേട്ടിട്ടുണ്ട്. എവിടെങ്കിലും ഭാഗവതത്തിലോ രാമായണത്തിലോ ഉപനിഷത്തിലോ വേദത്തിലോ എവിടെയെങ്കിലും ആരെങ്കിലും എഴുതി കണ്ടിട്ടുണ്ടോ ആചാര്യന്മാർ? പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടിയ അറിവ്? ആരെങ്കിലും പറഞ്ഞു, അവർ പറഞ്ഞു, ഇവർ പറഞ്ഞു. ഭഗവാൻ അർജുനൻ എടുത്ത് തേര് കളിക്കുന്ന ഫോട്ടോ വീട്ടിൽ വെക്കുന്നത്, അതെന്താ? യുദ്ധം ഉണ്ടാകും. ഫോട്ടോ ഇല്ലാത്ത വീട്ടിലൊന്നും യുദ്ധമില്ല. ഫോട്ടോ ഉള്ള വീട്ടിലെല്ലാം മഹാഭാരത യുദ്ധമാണ്. എന്തൊക്കെ ഇങ്ങനെയുള്ള ഇത് ഭക്തിയല്ല. ഭാഗവതത്തിൻ്റെ വൈദിക ശാസ്ത്രം എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആചാര്യന്മാർ നമ്മെ പഠിപ്പിക്കണം. ഓരോന്നും എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയണം. ഇന്നത് ഇന്ന ഭാഗവതത്തിൽ ഇന്ന വലുത്, അല്ലെങ്കിൽ ഉപനിഷത്തിൽ ഇന്നടുത്ത്, അല്ലെങ്കിൽ ഇന്ന പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക്. ഇപ്പം ഗൂഗിളിൽ എന്ത് ചോദിക്കാനും കിട്ടും. എങ്കിൽ മാത്രമേ വിശ്വസിക്കാവൂ. ഇല്ലെങ്കിൽ ചോദിക്കണം, ഇത് എവിടുന്ന് ആര് പറഞ്ഞതാണെന്ന് ചോദിക്കണം. ഇപ്പം നമ്മളുടെ വൈദിക ശാസ്ത്രം എന്ന് പറഞ്ഞത് ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസമല്ല. അന്ധവിശ്വാസം ഭക്തിയും രണ്ടാണ്. പലരും പറയുന്നുണ്ട് ഭക്തി അന്ധവിശ്വാസം അല്ല. അന്ധവിശ്വാസം എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അന്ധമായി വിശ്വസിക്കുക. അന്ധമായി വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ തെളിവില്ലാത്തത്. നമ്മളുടെ ശാസ്ത്രങ്ങളിൽ ആധ്യാത്മിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടില്ലാത്ത എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറയാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞൊരർത്ഥം, ഇദ്ദേഹം വെഡിത്തരങ്ങൾ പറഞ്ഞത് നിങ്ങൾ ധൈര്യപൂർവ്വം ചോദിക്കണം. ഇത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഏതെങ്കിലും പുരാണങ്ങളിലുണ്ടോ? അങ്ങനെ ചോദിക്കണം. അതായത് പലപ്പോഴും ആൾക്കാർ അതുകൊണ്ടാണ് വിചാരിക്കുന്നത്, ഈ പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ്, ഭക്തിയിലുള്ളവരെല്ലാം വിഡ്ഢികളാണ്, മണ്ടന്മാരാണ്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ വിദ്യാഭ്യാസം, ഇന്ന് ലോകത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ ഏറ്റവും കൂടിയ വിദ്യാഭ്യാസം ഏതൊക്കെയാണ് നിങ്ങൾ എടുത്തോ, IAS, IPS, എഞ്ചിനീയറിങ്ങോ, എന്തൊരു, അതിലൊക്കെ പഠിക്കാനുള്ള ബുക്കിൻ്റെ 100 ഇരട്ടി ഭക്തിയിൽ പഠിക്കാനുണ്ട്. എൻ്റെ 2 അലമാര നിറച്ച് ബുക്കാണ്. ഇപ്പോൾ വെക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ വിഷമിച്ചിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞാൻ ഒരു ബുക്ക് എടുത്ത് നോക്കിയപ്പോൾ വിചാരിക്കുന്നു, ഈ ഒരു ബുക്ക് പഠിച്ച് തീർക്കണമെങ്കിൽ എനിക്കിനി എത്ര ജന്മം വേണം? എല്ലാം പഠിക്കുന്നത് വിട്ട് ശ്രീമദ് ഭാഗവതത്തിന്റെ ഒരു സ്കന്ധം, ഒരു അധ്യായം പഠിച്ചു തീർക്കണമെങ്കിൽ എത്ര ജന്മം വേണം? അത്രമാത്രം അറിവ് നേടിയാൽ മാത്രമേ ഒരാൾക്ക് ഭക്തിയിൽ മുമ്പോട്ട് പോകേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യങ്ങൾ, അർജുനന്റെ സംശയങ്ങൾ അർജുനൻ ചോദിക്കുന്നത്, ഇതാണ് നമ്മുടെ വൈദിക നിയമം പഠിക്കുന്നത്. ചോദിക്കണം. ഉപനിഷത്തിലും ഗുരു ശിഷ്യ ചോദ്യങ്ങളാണ്. ശ്രീമദ് ഭാഗവതം എടുക്കുക, ഭാഗവതത്തിൽ മുഴുവൻ ചോദ്യത്തിന് ഉത്തരവാണ്. പരീക്ഷിത്ത് മഹാരാജന്റെ ചോദ്യം, ശൗനകാദികളുടെ ചോദ്യങ്ങൾ, സംശയ നിവാരണങ്ങൾ. കണ്ണു അടച്ച് കേൾക്കുന്നത് വിശ്വസിക്കരുത്. ചോദിക്കണം, ഇത് നിങ്ങളുടെ മനസ്സിൽ തോന്നിയതാണോ, അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അർജുൻ്റെ ഓരോ ചോദ്യവും അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെയാണ് ഭഗവാന്റെ സ്പഷ്ടമായ മറുപടി ഓരോ ചോദ്യത്തിനും. ഇത് തന്നെയാണ് നമുക്ക് ഭാഗവത്തിലും കാണാൻ കഴിയുന്നത്. അപ്പം ഇവിടെ അർജുനന്റെ ചോദ്യം എന്തായിരുന്നു? ഇതെല്ലാം അങ്ങയ്ക്ക് ഓർമ്മയുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഓർമ്മയില്ല? അതിന് മറുപടിയായിട്ട് ഭഗവാൻ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും വ്യത്യാസം പറഞ്ഞു. അപ്പം ഇവിടെ ഭഗവാൻ പറഞ്ഞത്, ഞാനും നീയും 100 കണക്കിന് ജന്മങ്ങൾ, 1000 ജന്മങ്ങൾ എടുത്തിട്ടുണ്ടെന്ന്. അപ്പം ഇവിടെ ഭഗവാൻ, ഞാൻ പറഞ്ഞു, ഭഗവാന്റെ ജന്മം നമ്മളുടെ കൂട്ടുള്ള സാധാരണ ജന്മങ്ങൾ, അതിനെക്കുറിച്ച് ഇനി 9ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് ചർച്ച ചെയ്യണം. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കൂടുതൽ പറയുന്നില്ല. ഭഗവാൻ ഇവിടെ വരുന്നതിനാണ് നമ്മൾ അവതാരം എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുക. അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ലോകത്തിൽ നിന്നും ഭഗവാൻ ഭൗതിക ലോകത്തിൽ വരുന്നതിനാണ് അവതാരം എന്ന് പറയുന്നത്. അപ്പോൾ അവതാരത്തിനെ സംബന്ധിച്ച് നമ്മൾ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഭഗവാൻ ഇവിടെ പറഞ്ഞത് ഞാൻ്റെ നിൻ്റെ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പം നമ്മളതിൽ 3 കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ഭഗവാൻ എപ്പോൾ വരുമ്പോഴും ഭഗവാൻ ഒരു ദിവ്യ രൂപം അല്ലെങ്കിൽ ദിവ്യ ശരീരത്തോടു കൂടിയാണ് വരുന്നത്. നമ്മൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഭൗതിക ശരീരത്തോടു കൂടിയാണ്. നമ്മളുടെ ശരീരം പഞ്ചഭൂത നിർമ്മിതമാണ്. ഭഗവാന്റെ ശരീരം സച്ചിദാനന്ദ രൂപമാണ്. സച്ചിദാനന്ദ എന്ന് പറഞ്ഞാൽ സത്ത്, ചിത്ത്, ആനന്ദ്. നമ്മളുടെ ഭൗതിക ശരീരമായതുകൊണ്ട് തന്നെ ഈ ഭൗതിക ലോകത്തിൽ അത് ലയിച്ചു ചേരും. പഞ്ചഭൂത നിർമ്മിതമായതുകൊണ്ട് അഗ്നി, വായു, ഭൂമി, ആകാശം, ജലം, ഇതിൽ നമ്മളുടെ ശരീരം ലയിച്ചു പോകും. ഭഗവാന്റെ ശരീരം ഒരിക്കലും അങ്ങനെ ലയിക്കില്ല. ഭഗവാന്റെ ദിവ്യമായ ശരീരമാണ്. അതുപോലെ ഭഗവാന്റെ ശരീരത്തിന് മാറ്റം വരുന്നില്ല. മാറ്റം വരുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടേതുപോലുള്ള മാറ്റമല്ല ഭഗവാന്റെ ശരീരത്തിൻ്റെ.
ഭഗവാൻ 125 വർഷമാണ് ഈ ഭൂമിയിൽ ലീലകൾ നടത്തിയത്. ഭഗവാന്റെ ഏതെങ്കിലും താടിയും മുടിയും നരച്ച ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും? ഭഗവാന്റെ ബാല്യകാല ഫോട്ടോ ഉണ്ട്. അത് ആ ലീലയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഭഗവാന്റെ അവതാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിക്കുന്നതിലും വ്യത്യസ്തമാണ്. ഇതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ 9ാമത്തെ ശ്ലോകത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഭഗവാന്റെ ഓർമ്മശക്തിക്ക് മാറ്റം വരില്ല. ഭഗവാന്റെ ബാല്യകാല ലീലകൾ നമ്മൾ ചർച്ച ചെയ്താൽ, ഭാഗവത്തിലെ ബാല്യകാല ലീലകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഭഗവാൻ എല്ലാം അറിയാം, ഓർമ്മയുണ്ട്. ഭഗവാന്റെ ശരീരത്തിന് വരുന്ന മാറ്റങ്ങൾ, നമ്മളുടെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പലതും നമുക്ക് ഓർമ്മ കാണത്തില്ല, അല്ലെങ്കിൽ കുട്ടിക്കാലത്ത് നമുക്ക് വലിയ കാര്യങ്ങൾ ഓർമ്മ കാണത്തില്ല. പക്ഷെ ഭഗവാൻ എല്ലാം അറിയാം. അപ്പോൾ ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ച് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാൻ നമ്മെപ്പോലെ സാധാ മനുഷ്യപ്പോലെ അല്ല ഭഗവാന്റെ ജനനം. നമ്മുടെ കൂട്ട് അമ്മയുടെ ഗർഭപാത്രത്തല്ല ഭഗവാൻ ജനിക്കുന്നത്. മാതാദേവികയുടെ മുമ്പിലും കൗശല്യയുടെ മുമ്പിലും ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. ചതുർഭുജ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഭഗവാൻ പിന്നെ ഭുജ രൂപം സ്വീകരിക്കുകയായിരുന്നു. 2 ഭഗവാന്റെ ശരീരത്തിന്റെ മാറ്റം നമ്മുടെ ശരീരത്തിന്റെ മാറ്റം പോലെയല്ല. 3 ഓർമ്മശക്തിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇത്രയും കേട്ടപ്പോൾ അർജുൻ്റെ ഉള്ളിൽ ഒരു സംശയം കൂടി വന്നു. എന്തിനാണ് ഭഗവാൻ ഇവിടെ വരുന്നത്? എവിടെയാണ് ഭഗവാൻ വരുന്നത്? എപ്പോഴാണ് ഭഗവാൻ വരുന്നത്? ഇതാണ് ഭഗവാൻ 7ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. 7ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ശ്ലോകമാണ്. ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുള്ളവർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു ശ്ലോകമാണ്. യദാ യദാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമി അഹം. പ്രത്യക്ഷനാകുന്നു അഹം, ഞാൻ പ്രത്യക്ഷനാകുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ, എപ്പോഴെപ്പോൾ ധർമ്മത്തിന് ഗ്ലാനിർഭവതി, ഗ്ലാനി സംഭവിക്കുന്നു. ഭാരത, ഹേ ഭാരത. അഭ്യുത്ഥാനം അധർമ്മസ്യ, അഭ്യുത്ഥാനം എന്ന് പറഞ്ഞാൽ വർദ്ധിക്കുക. എന്ത് വർദ്ധിക്കുന്നു? അധർമ്മസ്യ. അപ്പോഴൊക്കെ തത് ആത്മാനം, ആത്മാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വയം, ഞാൻ സ്വയം എൻ്റെ ഇഷ്ടത്തിന് സൃജാമി അഹം, ഞാൻ അവതരിക്കുന്നു. സൃജാമി എന്ന് പറഞ്ഞ് അവതരിക്കുന്നു. ഇതിന്റെ ട്രാൻസ്ലേഷൻ ചില പ്രഭാത്ത് കൊടുത്തിരിക്കുന്നത്, എപ്പോൾ എവിടെ ധർമാചരണത്തിന് ക്ഷയം നേരിടുന്നുവോ, എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുന്നു ഹേ ഭാരത എന്നാണ്. അപ്പൊ ഇത് ഭഗവാൻ അർജുനോട് പറഞ്ഞു, ഞാൻ എപ്പോഴാണ് അവതരിക്കുന്നത്? അർജുനന്റെ മനസ്സിൽ വന്ന ചോദ്യം, ഭഗവാൻ എപ്പോഴാണ് അവതരിക്കുന്നത്, എന്തിനാണ് അവതരിക്കുന്നത്, എവിടെയാണ് അവതരിക്കുന്നത്? അപ്പോൾ എവിടെ അധർമ്മം വളരുന്നു അവിടെ ഭഗവാൻ അവതരിക്കും. ഭഗവാൻ അങ്ങനെ അവതരിക്കണമെന്ന് ഭഗവാൻ സ്വയം വരണം നിർബന്ധമില്ല. ഭഗവാൻ പല രൂപത്തിൽ വരാം, പല ശക്തിയാവേശാവതാരമായിട്ട് വരാം, അങ്ങനെ പല രീതിയിലും വരാം. ഭഗവാൻ തന്നെ വരണം നിർബന്ധമില്ല. അപ്പോൾ ഇത് വീണ്ടും അർജുനൻ്റെ മുമ്പിൽ അടുത്ത ചോദ്യം അർജുനൻ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായില്ല, കുറച്ചുകൂടി മനസ്സിലാക്കി തരണം. അപ്പം 8ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ അത് തന്നെയാണ്, അതും പ്രസിദ്ധമായ ശ്ലോകമാണ്. പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. പരിത്രാണായ സാധൂന, ത്രാണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക. അതായത് ക്ഷത്രിയ എന്നുള്ള വാക്ക്, ക്ഷത ഇത് ത്രായത ക്ഷത്രിയ, ക്ഷത ത്രായത ഇത് ക്ഷത്രിയ. ക്ഷത എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്, പരിക്ക്, ഇതെല്ലാം വരാം. ത്രായത രക്ഷിക്കുക, അതായത് സമൂഹത്തിനെ ബുദ്ധിമുട്ടിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷിക്കുന്ന ആരോ അത് ക്ഷത്രിയൻ. അപ്പോൾ പരി എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട്, പരിപൂർണമായിട്ട് രക്ഷിക്കുന്നതിന് ആരെ? പരിത്രാണായം സാധൂനാം. ഇവിടെ സാധൂന എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തരെ. അപ്പോൾ ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ രക്ഷിക്കുമ്പം അത് പരിപൂർണമായിട്ടാണ് രക്ഷിക്കുന്നത്. അതായത് ഇപ്പം നമ്മുടെ ഭൗതിക ലോകത്തിൽ ഇപ്പം എനിക്കൊരു ബുദ്ധിമുട്ട്, എനിക്ക് ആരെങ്കിലും ഭീഷണിയുണ്ട്, ഞാൻ ആരെ ആശ്രയിക്കുന്നത്? പോലീസിനെ ആശ്രയിക്കും. എനിക്ക് രക്ഷ വേണം, എന്നെ ഈ ശത്രുവിനെ രക്ഷിക്കണം. അപ്പം പോലീസ് എനിക്ക് പ്രൊട്ടക്ഷൻ തന്നാലും ശരി, ജീവന്റെ ഗ്യാരണ്ടി ഇല്ല. എവിടെ നിന്ന് വേണമെങ്കിലും പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും രാഷ്ട്രപതിമാരെയൊക്കെ വെടിവെച്ച് കൊല്ലുന്ന കാലത്ത് നമ്മളെപ്പോലുള്ള കാര്യം പറയണ്ടോ? അപ്പം അത് പരിത്രാണായ ഭാഗത്തല്ല. പക്ഷെ ഭഗവാൻ ഒരു വ്യക്തിയെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. അതാണ് പറയുന്നത്,
മാരേ കൃഷ്ണ രഖേക്കെ രഖേക്കെ രഖേ കൃഷ്ണ മാരേക്കെ മാരേക്കെ രക്ഷ മാരേക്കെ മാരേക്കെ മാരേ കൃഷ്ണ രക്ഷയ്ക്ക് രക്ഷേ കൃഷ്ണ മാരേക്കെ. ഒരു ഇതാണ്. കൃഷ്ണൻ ആരെങ്കിലും രക്ഷിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല. ഭഗവാൻ ആരെങ്കിലും ഇല്ലാതാക്കണമെന്ന് വിചാരിച്ചാൽ അവരെ രക്ഷിക്കാനും ആർക്കും കഴിയില്ല. ഉദാഹരണം പ്രഹ്ലാദും ഹിരണ്യകശിപുവും. പ്രഹ്ലാദിനെ രക്ഷിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചു. ഹിരണ്യകശിപു എന്തൊക്കെ ചെയ്തിട്ടും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ല. ഹിരണ്യകശിപുവിനെ വധിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചു. ബ്രഹ്മാവിൻ്റെ ശാപം പോലും വ്യർത്ഥമായിപ്പോയി. അപ്പൊ ഇവിടെ പരിത്രാണായ സാധുന, ഭഗവാന്റെ ഭക്തരെ പരിപൂർണമായിട്ട് രക്ഷിക്കാനും വിനാശായ ച ദുഷ്കൃതാം, ദുഷ്കൃതികളെ. വിനാശം എന്ന് പറഞ്ഞാൽ നാശവും വിനാശവും തമ്മിലുള്ള വ്യത്യാസം എന്താ? നാശം എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക, വിനാശം എന്ന് പറഞ്ഞാൽ വിശേഷ രൂപേണ നാശം. അതായത് മുറിച്ച് കളയുകയല്ല, പിഴുത് കളയുക. മുറിച്ച് കളഞ്ഞാൽ ചിലപ്പോൾ വേര് പൊട്ടിമുളയ്ക്കും. അപ്പൊ ശത്രുവിനെ ഇല്ലാതാക്കുക, ഭഗവാൻ ഇല്ലാതാക്കുമ്പം ദുഷ്കൃതി ഇല്ലാക്കുക. അത് കുരുകുലം വേണ്ട വേണ്ട അടിവേര് വരെ ഭഗവാൻ പറിച്ചു കളഞ്ഞു. ക്ഷത്രിയ ഭാരത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കണമെന്ന് ഭഗവാൻ വിചാരിച്ചപ്പോൾ ഭഗവാൻ എത്ര അക്ഷോണി സേനകളെ ഇല്ലാതാക്കി. അപ്പൊ ഭഗവാൻ എന്തിനാ വരുന്നുള്ള അർജുന്റെ സംശയത്തിന്റെ മറുപടി പരിത്രാണായ സാധൂന വിനാശായ ച ദുഷ്കൃത. ധർമ്മ സംസ്ഥാപനാർത്ഥായ, ധർമ്മത്തിനെ പുനഃസ്ഥാപിക്കാൻ. ധർമ്മത്തിനെ സ്ഥാപിക്കാനല്ല, കാരണം ധർമ്മം ആൾറെഡി ഉള്ളതാണ് ഇവിടെ. അത് നമ്മുടെ സൃഷ്ടി മുതലുള്ളതാണ്. അതിന് കോട്ടം വരാൻ കാരണം എന്താണ്? കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി അഭ്യുത്ഥാനം അധർമ്മസ്യ. അഭ്യുത്ഥാനം എന്ന് പറഞ്ഞാൽ വളരുക. അധർമ്മം വളരുമ്പോൾ ധർമ്മം ഇല്ലാതാവും. അപ്പൊ ഈ രണ്ട് ശ്ലോകം കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യണം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവ, എവിടെ ധർമ്മത്തിന് ചുതി വരുന്നോ അവിടെ എന്ത് ചെയ്യും ഭഗവാൻ? വിനാശായ സദുഷ്കൃത. അതായത് ഈ ദുഷ്കൃതികളുള്ളത് കൊണ്ടല്ലേ അധർമ്മം വളരുന്നത്, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്. അപ്പൊ യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി. ഭാരത, എവിടെ ധർമ്മത്തിന് ചുതി വരിക്കുന്നു അവിടെ വിനാശായ ചതുഷ്കൃത. മനസ്സിലായില്ലേ പറഞ്ഞത്? അതേപോലെ തന്നെ അഭ്യുത്ഥാനം അധർമ്മസ്യ, അധർമ്മം വളരുമ്പം ഇവിടെ എന്ത് ചെയ്യും? ഞാൻ ധർമ്മം പുനഃസ്ഥാപിക്കും. ധർമ്മ സംസ്ഥാപനാർത്ഥ. ഈ രണ്ട് ശ്ലോകം തമ്മിലുള്ള ബന്ധം അതാണ്. അപ്പം ഭഗവാൻ എന്തിനാണ് വരുന്നുള്ള അർജുന്റെ സംശയത്തിന് ഭഗവാൻ പറയുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം. പിന്നെ എൻ്റെ ഭക്തരെ ഞാൻ പരിപൂർണമായിട്ട് രക്ഷിക്കുന്നതിനും ദുഷ്കൃതികളെ വിനാശം വിശേഷ രൂപേണ നശിപ്പിക്കുന്നതിനും ധർമ്മം പുനഃസ്ഥാപിക്കുന്നതിനും ഞാൻ ധർമ്മസംസ്ഥാനായ സംഭവാമി യുഗേ യുഗേ, ഓരോ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കുന്നു. അപ്പോൾ ഇവിടെ വിശേഷമായിട്ട് നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ പറഞ്ഞത് ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗയോ. അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് തദാത്മാനം സൃജാമ്യഹം. ആത്മാനം, ഞാൻ സ്വയമാണ് വരുന്നത്, എൻ്റെ ഇഷ്ടത്തിനാണ് വരുന്നത്. അതാണ് ഭഗവാന്റെ ജനനവും നമ്മളുടെ ജനനമുള്ള വ്യത്യാസം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനല്ല വരുന്നത്, ഭഗവാന്റെ ഇഷ്ടത്തിനാണ് വരുന്നത്. ഭഗവാൻ വരുന്നത് ഭഗവാന്റെ ഇഷ്ടത്തിനാണ്. ഈ സംഭവാമി യുഗേ യുഗേ എന്നുള്ളതിന് ഒരുപാട് ആൾക്കാർ തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. സംഭവിക്കേണ്ടതല്ല, അപ്പോഴെപ്പോഴും സംഭവിക്കും. സംഭവാമി യുഗ യുഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ യുഗം തോറും ഞാൻ അവതരിക്കുന്നതാണ്. അപ്പോൾ ഈ ശ്ലോകത്തിൽ പ്രത്യേകിച്ച് 3 കാര്യങ്ങളാണ് ഭഗവാൻ പറഞ്ഞത്. 1 പരിത്രാണായ സാധുന, 2 വിനാശായ ചതുഷ്കൃത, 2 ധർമ്മ സംസ്ഥാപനാർത്ഥായ. അപ്പോൾ ഭഗവാൻ മഹാഭാരത യുദ്ധം ആഗ്രഹിക്കാൻ ഈ 3 കാരണങ്ങളുമുണ്ട്. അതായത് അർജുനൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ നിർബന്ധപൂർവം അർജുനെ യുദ്ധം ചെയ്യിപ്പിക്കാൻ ഈ 3 കാരണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പരിത്രാണായ സാധൂന, ഭഗവാന്റെ ഭക്തരെ പാണ്ഡവരെ പരിപൂർണമായിട്ടും രക്ഷിക്കാൻ. വിനാശായ ചതുഷ്കൃത, കൗരവരാദികളും അവരുടെ കൂട്ടുകാരും അവര് അധർമ്മികളായിരുന്നു, ചതുഷ്കൃതികളായിരുന്നു. അവരെ വിനാശായ ചതുഷ്കൃത. ധർമ്മ സംസ്ഥാപന, ധർമ്മം പുനഃസ്ഥാപിക്കാൻ. എന്തുകൊണ്ട് ധർമ്മം പുനഃസ്ഥാപിക്കണം? ഏത് രാജ്യത്ത് അധർമ്മികൾ വാഴുന്നോ, അധർമ്മികൾ ഭരിക്കുന്നോ, അതിൻ്റെ പരിണാമം അവിടുത്തെ ജനങ്ങളും അനുഭവിക്കണം. ഇത് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്.
നമുക്ക് ഭാഗവത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്, മനുസ്മൃതിയിലും പറഞ്ഞിട്ടുണ്ട്. എവിടെ അധർമ്മികൾ ഭരിക്കുന്നു, അപ്പം നമ്മളുടെ സംസ്ഥാനത്തായാലും നമ്മുടെ രാജ്യത്തായാലും ലോകത്തിലായാലും മനുഷ്യന് ഏത് ബുദ്ധിമുട്ട് വരുന്നു, അത് കാലാവസ്ഥയുടെ ആയാലും ഭക്ഷണത്തിൻ്റെ ആയാലും വെള്ളത്തിൻ്റെ ആയാലും എന്ത് ബുദ്ധിമുട്ട് വരുമ്പോഴും അതിൻ്റെ ഉത്തരവാദി ഭരണകർത്താക്കളാണ്, അധർമ്മികളായിട്ടാണ്. അതെന്തുകൊണ്ടാണ് പിന്നെ ജനങ്ങൾ അനുഭവിക്കേണ്ടത്? ആധുനിക കാലത്ത് ജനങ്ങളാണ് അവരെ ആ കസറിലിരുത്തുന്നത്. അപ്പം നമ്മൾ ജനങ്ങളെ തിരഞ്ഞെടുക്കുമ്പം അധർമ്മികളാണോ ധർമ്മികളാണോ നോക്കിയിട്ട് വേണം കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. അനുഭവിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 3 കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞതിൽ 3 കാര്യങ്ങളും മഹാഭാരത യുദ്ധത്തിൽ വരുന്നു. പാണ്ഡവരെ പരിത്രാണായ പാണ്ഡവാന, പിന്നെ അതുപോലെ തന്നെ വിനാശായ കൗരവാണ. കൗരവരും അവരുടെ കൂട്ടുകാരെ ഏൽപ്പിക്കണം. എന്തുകൊണ്ട്? അവരധർമ്മികളായതുകൊണ്ട് ആ രാജ്യത്ത് അധർമ്മികൾ വാഴുമ്പോൾ ധർമ്മം ഉണ്ടാകില്ല. യഥാ രാജ തഥാ പ്രജ. രാജാവ് അധർമ്മിയാണെങ്കിൽ, ഇന്നത്തെ കാലത്ത് രാജാവല്ല മന്ത്രിയാണ്, അപ്പോൾ താഴോട്ടുള്ളതെല്ലാം അധർമ്മം പിന്തുടരും. അപ്പം അതില്ലാതാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ മഹാഭാരത യുദ്ധത്തിന് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഇവിടെ പ്രേക്ഷകരെ പേരെനിക്ക് കാണാം. ഇതിനകത്ത് ഒരുപാട് പഴയ ഭക്തരൊക്കെ ഉണ്ട്. എനിക്കൊരു ചോദ്യം ഉള്ളത്, അറിയാവുന്നൊരു കമൻ്റ് ചെയ്യുക. ഭഗവാന്റെ എത്ര അവതാരങ്ങളുണ്ട്? അറിയാവുന്നൊരു പെട്ടെന്ന് കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. എത്ര അവതാരങ്ങളുണ്ട് ഭഗവാന്? നിങ്ങൾക്ക് എത്ര അവതാരങ്ങൾ അറിയാവുന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഭഗവാന്റെ എത്ര അവതാരങ്ങളുണ്ട്? എല്ലാവരും, ഞാൻ പേരെടുത്ത് പറയാം, എല്ലാവരും നല്ല ഭക്തരാണ്. ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ഭാഗവതവും നാരായണിയൊക്കെ വായിക്കുന്നവരാണ്. എത്ര അവതാരങ്ങളുണ്ട് ഭഗവാന്റെ? പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തീർക്കാം. ആരും എഴുന്നല്ലോ, എല്ലാവരും ഹരേ കൃഷ്ണ വരേ ഉള്ളൂ. എത്ര അവതാരങ്ങൾ ഭഗവാന്റെ ഉണ്ട്? ഒരു ഐഡിയ എങ്കിലും പറ, എത്ര അവതാരങ്ങളുണ്ടെന്ന്. ഒരു കമൻറ്റ്. എത്ര അവതാരങ്ങൾ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ എത്ര അവതാരങ്ങളുണ്ട്, എവിടെയെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് അവതാരങ്ങൾ? ഓക്കെ, ആരും പറയില്ല, ഞാൻ തന്നെ പറയാം. ശാസ്ത്രത്തിൽ പറയുന്നത്, ഈവൻ 1-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 3-ാമത്തെ അധ്യായത്തിൽ ശ്രീമദ് ഭാഗവത്തിൽ കടലിലെ തിരമാലകൾ എണ്ണി തീർക്കാം, പക്ഷെ ഭഗവാന്റെ അവതാരങ്ങൾ എണ്ണി തീർക്കാൻ കഴിയത്തില്ലെന്നാണ് പറയുന്നത്. പലപ്പോഴും നമുക്ക് 10 അവതാരത്തെക്കുറിച്ചാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കൃഷ്ണ അവതാരമായിട്ടാണ്. കൃഷ്ണ അവതാരമല്ല, കൃഷ്ണ അവതാരിയാണ്. എല്ലാ അവതാരവും വന്ന് കൃഷ്ണനിൽ നിന്നാണ്. ഇത് ഇച്ചിരി വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് പറയാം. എന്തുകൊണ്ടാണ് ദശാവതാരം നമ്മൾ ബ്രെയിനിൽ വന്ന് പറഞ്ഞത്? ജയദേവ് ഗോസ്വാമി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാന്റെ രൂപനെ കുറിച്ച് വന്നിച്ച ദശാവതാര സ്തോത്രമുണ്ട്. ദശാവതാര സ്തോത്രത്തിൽ ഒരു 1-2 ഞാൻ നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. നിങ്ങൾക്കത് മനസ്സിലാകും. 10 അവതാരത്തെക്കുറിച്ച് പറഞ്ഞു ദശാവതാര സ്തോത്രത്തിൽ. പ്രളയ പ്രയോതി ജലേ ധൃതവാൻ അസിവേദം വിഹിത വിഹിത്രം ചരി. അതിൻ്റെ ട്യൂൺ എനിക്കറിയില്ല കേട്ടോ, നല്ല ട്യൂണാണ് അതിൻ്റെ. വിഹിത വിഹിത്ര ചരിത്രം അഹേതം കേശവധൃത മീന ശരീര ജയ ജഗദീശ ഹരി. മത്സ്യാവതാരം. കേശവധൃത കൂർമ്മ ശരീര ജയ ജഗദീശ ഹരേ. കൂർമാവതാരം. അതിന് മേളിലുള്ള അത് ഞാൻ വായിക്കുന്നില്ല, സമയക്കുറവുണ്ട്. കേശവധൃത ശൂകര രൂപ ജയ ജഗദീശ ഹരേ. വരാഹാവതാരം. ജയ കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ. നരസിംഹാവതാരം. കേശവധൃത വാമന രൂപ ജയ ജഗദീശ ഹരേ. വാമരൂപം. ജേശവധൃത ഭൃഗുപതി രൂപ ജയ ജഗദീശ ഹരേ. പരശുരാമരൂപം. കേശവധൃത രാമശരീര ജയ ജഗദീശ ഹരേ. രാമാവതാരം. കേശവധൃത ഹലധര രൂപ ജയ ജഗദീശ ഹരേ. ബലറാം അവതാരം. കേശവധൃത ബുദ്ധശരീര ജയ ജഗദീശ ഹരേ. ബുദ്ധാവതാരം. ജയശവധൃത കൽക്കി ശരീര ജയ ജഗദീശ ഹരേ. കൽക്കി അവതാരം. ഇതിനകത്ത് നമ്മൾ എന്താ പറ്റുക പറഞ്ഞാൽ, ബുദ്ധരെ മാറ്റിയിട്ട് അവിടെ കൃഷ്ണൻ എടുത്തു വെച്ചു ദശാവതാരത്തിൽ. യഥാർത്ഥത്തിൽ ദശാവതാര സ്തോത്രം ഇതാണ്. ശ്രീ ജയദേവ ഗോസ്വാമിയിലാണ്. അദ്ദേഹം ഒഡീസക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നത്. അദ്ദേഹമാണ് ജയദേവ ഗോസ്വാമി ഒഡീസക്കാരനാണ്. അദ്ദേഹമാണ് ദശാവതാര സ്തോത്രം എഴുതിയത്. അതിനകത്ത് കൃഷ്ണൻ ഇല്ല. കാരണം വിഷ്ണു കൃഷ്ണൻ്റെ അവതാരമാണ്.
മഹാവിഷ്ണു കൃഷ്ണന്റെ അവതാരമാണ്. കൃഷ്ണൻ അവതാരമല്ല, അവതാരിയാണ്. ഒറിജിൻ കൃഷ്ണനിൽ നിന്നാണ് എല്ലാം വന്നത്. അത് നമുക്ക് ഇപ്പം ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ ബുദ്ധനെ എടുത്ത് മാറ്റിയിട്ട് അവിടെ കൃഷ്ണനെ ഫിറ്റ് ചെയ്തു. നമ്മൾ ഈ ചില ക്ഷേത്രത്തിൽ പോയാൽ, ഇപ്പം ഞാൻ ഹരിപ്പാട്ട് മോഡേ ക്ഷേത്രത്തിൽ പോയപ്പോൾ അവിടെ ദശാവതാര ഫോട്ടോയിൽ ബുദ്ധനില്ല, കൃഷ്ണനാണുള്ളത്. ठीक है, ഓരോരുത്തരുടെ സൗകര്യമാണ്. അപ്പം നമുക്ക് പ്രധാനമായിട്ട് 6 അവതാരങ്ങൾ, അതിൻ്റെ ഹെഡിങ് ആണ് അവതാരം, അതായത് ക്ലാസിഫിക്കേഷൻ 6 അവതാരങ്ങളാണ് പ്രമുഖമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്താണ് പുരുഷാവതാരം. പുരുഷാവതാരം എന്ന് പറഞ്ഞാൽ കാരണോപദേശായി വിഷ്ണു, ഗർഭോപദേശായി വിഷ്ണു, ക്ഷീരോപദേശായി വിഷ്ണു. അതിൽ ഈ കാരണോപദേശായ വിഷ്ണുവാണ് മഹാവിഷ്ണു. മഹാവിഷ്ണുവിൻ്റെ അവതാരം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ, അതായത് നമ്മളുടെ ശാസ്ത്രം, വൈദിക ശാസ്ത്രം ഏകദൈവത്തിൽ വിശ്വസിക്കുന്ന ശാസ്ത്രമാണ്. പലരും കളിയാക്കി പറയാറുണ്ട് സംസാരിക്കാണ്ട് 33 കോടി ദൈവങ്ങളുണ്ട്, നിങ്ങൾക്ക് 33 കോടി ദേവീ ദേവതകളാണ്, ദൈവമല്ല. ദൈവവും ദേവീ ദേവതയും തമ്മിൽ വ്യത്യാസമുണ്ട്. ठीक है, അത് വേറെ വിഷയമാണ്. ഇപ്പം കാരണോപദേശ വിഷയുടെ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ ഒറ്റയ്ക്കാണ്. കൃഷ്ണന്റെ ആദ്യത്തെ എക്സ്പാൻഷനാണ് ബൽറാം. ബലറാമിനെയാണ് സംഘർഷൻ എന്ന് പറയുന്നത്. സംഘർഷന്റെ 4 അവതാരമുണ്ട്. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ. പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, അനിരുദ്ധൻ. ഈ 4 എക്സ്പാൻഷൻ നമ്മൾ പറഞ്ഞ അവതാരമല്ലേ, 4 എക്സ്പാൻഷൻ. ആദ്യത്തെ എക്സ്പാൻഷൻ സംഘർഷൻ, സംഘർഷനിൽ നിന്ന് പിന്നെ 4 എക്സ്പാൻഷൻ. അതിൽ നിന്നും വീണ്ടും വരുന്ന എക്സ്പാൻഷനാണ് സംഘർഷനിൽ നിന്ന് കാരണോപദേശായി വിഷ്ണു. ഈ വിഷ്ണു കാരണസമുദ്രത്തിൽ യോഗനിദ്രയിൽ കിടക്കുമ്പോൾ ആ വിഷ്ണുവിൻ്റെ ഉച്ഛ്വാസ നിശ്വാസങ്ങളിൽ നിന്നും ശ്വാസം എടുക്കുമ്പോഴും അനന്ത കോടി ബ്രഹ്മാണ്ടങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രഹ്മാണ്ടത്തിനെ ഒരു ഊതിവീർപ്പിച്ച ബലൂണായിട്ട് സങ്കല്പിക്കുക. ഈ ബലൂണിനകത്തൊന്നുമില്ല, വെറും ബലൂണാണ്. ഇവിടെ ആരുണ്ട്? ബാക്കി മുകളിലോട്ടുള്ളതും വിടുക. കാരണദശായി വിഷ്ണുവിനും മുകളിലോട്ടുള്ളതും സംഘർഷനും പ്രത്യനും അരുദ്ധനും അത് വാസുദേവനും അതെല്ലാം വിടുക. ഇവിടെ ഭഗവാന്റെ എക്സ്പാൻഷൻ സംഘർഷൻ, 4 വീണ്ടും വാസുദേവൻ, സംഘർഷൻ, അനിരുദ്ധൻ, പ്രത്യുമ്നൻ. അതിൽ ആ സംഘർഷന്റെ എക്സ്പാൻഷനാണ് കാരണോപദേശായി വിഷ്ണു. ഈ വിഷ്ണുവിനാണ് മഹാവിഷ്ണു എന്ന് പറയുന്നത്. ഈ വിഷ്ണുവിന്റെ ഉച്ഛ്വാസ നിശ്വാസത്തിൽ നിന്ന് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. ഈ ഓരോ ബ്രഹ്മാണ്ടവും ഊതിപ്പിടിപ്പിച്ച ഓരോ ബലൂൺ പോലെയാണ്. ഈ ബലൂൺ കാലിയാണ്, ബലൂണത്തൊന്നുമില്ല, അന്ധകാരമാണ്. അപ്പം എന്ത് ചെയ്യും? ഈ കാരണോപദേശായി വിഷ്ണുവിന്റെ എക്സ്പാൻഷനാണ് ഗർഭോപദേശായി വിഷ്ണുവായിട്ട് ഇതിനകത്ത് കയറി അദ്ദേഹത്തിന്റെ വിയർപ്പിൽ നിന്നും ഇത് പകുതി നിറയ്ക്കും. ആ ജലത്തിലാണ് അദ്ദേഹം കിടക്കുന്ന. അദ്ദേഹത്തിന്റെ പൊക്കിൾക്കുള്ളിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടാകുന്നത്, ഗർഭോപദേശായി. ഇപ്പൊ കാരണോപദേശായി വിഷ്ണു ഒത്തിരി മുകളിലാണ് മഹാവിഷ്ണു. ഈ ഗർഭോപദേശായി വിഷ്ണുവിന്റെ പൊക്കിൾക്കിടയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടാകുന്നത്. ബ്രഹ്മാവ് പിന്നെ സൃഷ്ടി ചെയ്യുമ്പോൾ ഓരോ ജീവാത്മാവിന്റെ ഉള്ളിൽ പരമാത്മ രൂപത്തിൽ കയറുന്ന ക്ഷീരോപദേശായി വിഷ്ണു. എത്ര വിഷ്ണു ഉണ്ട്? കാരണോപദേശായി വിഷ്ണു കാരണസമുദ്രത്തിൽ യോഗനിദ്രയിലുള്ള വിഷ്ണു, അത് മഹാവിഷ്ണു. അതിൻ്റെ താഴെ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഒരു വിഷ്ണു ഉണ്ട്, അതാണ് പാലാഴി കിടക്കുന്ന വിഷ്ണു. ആ വിഷ്ണുവാണ് ഗർഭോപദേശായി വിഷ്ണു. ആ വിഷ്ണുവിൻ്റെ അടുക്കലാണ് ഈ ദേവതവരൊക്കെ ഓടിപ്പോകുന്നത്. എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ സിനിമയിലും സ്ത്രീയിലൊക്കെ കാണാറില്ലേ ബ്രഹ്മാവൊക്കെ പോകുന്നത്. അവിടെ പോലും ബ്രഹ്മാവിന് പോകത്തില്ല. പാലാഴി സമുദ്രത്തിൻ്റെ ഈ സൈഡിൽ നിന്നിട്ട് പുരുഷ സൂക്തം കൊണ്ട് പ്രാർത്ഥിക്കുകയുള്ളൂ. അവർക്കപ്പം ഭഗവാന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയുള്ളൂ. ബ്രഹ്മാവും ശിവനും മാത്രമേ അവിടെ എൻട്രി ഉള്ളൂ. മഹാവിഷ്ണുവൊക്കെ എത്രയോ ദൂരെയാണ്. ഈ വിഷ്ണുവായിട്ടുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ട്? അതിൻ്റെ മുകളിൽ, അതായത് ഗർഭോപദേശായ വിഷ്ണുവിൻ്റെ മുകളിൽ മഹാവിഷ്ണു അല്ലെങ്കിൽ കാരണോപദേശായ വിഷ്ണു, അതിൻ്റെ മുകളിൽ സംഘർഷൻ, അതിൻ്റെ മുകളിൽ സംഘർഷൻ, അതിൻ്റെ മുകളിൽ കൃഷ്ണൻ. അവതാരം മനസ്സിലായല്ലോ. അപ്പം പുരുഷാവതാരം എന്ന് പറഞ്ഞാൽ കാരണോപദേശായ വിഷ്ണു, ഗർഭോപദേശായ വിഷ്ണു, ക്ഷീരോപദേശായ വിഷ്ണു. ഇവിടെ സൃഷ്ടി നടന്നു. ബ്രഹ്മാവ് സൃഷ്ടി ചെയ്തു. ആ ജീവാത്മാവിന്റെ ഉള്ളിൽ ഭഗവാൻ പരമാത്മാ രൂപത്തിൽ കയറി. അത് കഴിയുമ്പോൾ ഗുണാവതാരം. 3 ഗുണം, സത്വ രജ തമോ ഗുണാവതാരം. സത്വഗുണമായിട്ട് വിഷ്ണു, രജോ ഗുണ സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവും, അത് നശിപ്പിക്കാൻ തമോ ഗുണത്തിൽ ശിവനും. അത് കഴിഞ്ഞ് ലീലാവതാരം ഒരുപാടുണ്ട്. കൃഷ്ണൻ ലീലാവതാരമാണ്, രാമൻ ലീലാവതാരമാണ്, നരസിംഹ ലീലാവതാരമാണ്, ഒരുപാട് ലീലാവതാരങ്ങളുണ്ട്. അത് നമ്മൾ ഭാഗവതത്തിന്റെ 1-ാമത്തെ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ മന്വന്തരാവതാരം. ഓരോ മന്വന്തരം, ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം 14 മനുക്കളാണ്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം, ബ്രഹ്മാവിൻ്റെ ഒരു ആയുസ് എത്രയാണ്?
ഓരോ മന്വന്തരത്തിലും മന്വന്തര അവതാരമുണ്ട്. അതൊക്കെ നിങ്ങൾ നെറ്റിൽ നോക്കിച്ചാൽ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. മുഴുവൻ ഇവിടെ വിവരിക്കാൻ സമയമില്ല. മന്വന്തര ഓരോ മനുവിനും ഓരോ മനുവിൻ്റെ കാലഘട്ടത്തിലും ഓരോ മന്വന്തരമുണ്ട്. അതൊരു യുഗാവതാരം. ഓരോ യുഗത്തിലും ഓരോ യുഗാവതാരങ്ങളുണ്ട്. അത് 5-ാമത്തെയാണ് ഞാൻ പറഞ്ഞത്. 6-ാമത്തെയാണ് ശക്തിയാവേശ അവതാരം. ശക്തിയാവേശം എന്ന് പറഞ്ഞാൽ ഭഗവാൻ നേരിട്ടല്ല, ഭഗവാന്റെ ശക്തി പകർന്നു കൊടുക്കും. അതായത് ഈ മുമ്പ് നമ്മൾ വായിച്ചില്ലേ പുനഃധർമ്മ സംസ്ഥാപനാർത്ഥായ, അതിന് എപ്പോഴും ഭഗവാൻ വരില്ല. ഭഗവാന്റെ ശക്തിയാവേശ അവതാരങ്ങളും പറയാറുണ്ട്. ഉദാഹരണത്തിന് പൃഥു മഹാരാജ് ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. ഭഗവാന്റെ ശക്തിയാവേശ, നാരദമുനി ഭഗവാന്റെ ശക്തിയാവേശ അവതാരമാണ്. അങ്ങനെ ഭഗവാന്റെ ശക്തിയാവേശം ഒരുപാട് പേരുണ്ട്. എന്നുവെച്ചാൽ ഒരു പ്രത്യേക കാര്യം നിർവഹിക്കാൻ വേണ്ടി ഭഗവാൻ അവർക്ക് എക്സ്ട്രാ ശക്തി, സാധാരണ മനുഷ്യരുള്ളതിനേക്കാൾ കൂടുതൽ ശക്തി പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ശക്തിയാവതരം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആദ്യത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് വ്യാസഭഗവാൻ അല്ലെ സുവാസ പറഞ്ഞുണ്ട്, ഏതേദംശ കലാപുംസ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം ഇന്ദ്രാരി വ്യാകുലൻ ലോകം മൃഡയന്തി യുഗേ യുഗേ. 1-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകമാണ്. എന്താണ് ഏതേത് അംശ കല? ഇത്രയും അവതാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് വ്യാസവൻ പറഞ്ഞു ഈ പറഞ്ഞതൊക്കെ അംശകല പുംസ, ഭഗവാന്റെ പുംസ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഒരു അണു. കല എന്ന് പറഞ്ഞാൽ അണുവിൻ്റെ അണു. അപ്പം ഈ വിഷ്ണു, മഹാവിഷ്ണു, അർണോപദേശ വിഷ്ണു, ഗർഭോപദേശ വിഷ്ണു, ക്ഷീരോപദേശ വിഷ്ണു, ബാക്കി അവതാരങ്ങളൊക്കെ ഭഗവാന്റെ വെറും അംശത്തിൻ്റെ അംശമാണ്. ഞാനല്ല പറയുന്നത്, ഭാഗവതം പറയുന്നതാണ്. ഏതേശ അംശ കല പുംസ. പിന്നെ ആരാ ഭഗവാൻ? കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ആരാണ് ഭഗവാൻ? ഭഗവാൻ കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ. മൃഡയന്തി യുഗേ യുഗേ. എന്തിനാണ് വരുന്നത്? ഇന്ദ്രാരി വ്യാകുലം ലോകം. ഇവിടെ ഇന്ദ്രൻ എന്നുള്ള വാക്യം എന്ന് പറഞ്ഞാൽ വിഷ്ണു ഭക്തർക്കാണ് എഗെയിൻ. അല്ലെങ്കിൽ ഇന്ദ്രന്റെ ശത്രു, അരി എന്ന് പറഞ്ഞ ശത്രു. ഇന്ദ്രാരി വ്യാകുലം ലോകം മൃഡയന്തി യുഗം. ഈ ലോകത്തിൽ ഭഗവാന്റെ ഭക്തരുടെ ശത്രുക്കളെ ഇല്ലാതാക്കാൻ ഇന്ദ്രൻ എന്നുള്ള വാക്കിന് രാജാവ് എന്നൊരർത്ഥമുണ്ട്. അപ്പം അധർമ്മികളായി ഇല്ലാതാക്കാൻ മൃഡയന്തി യുഗ യുഗ, എല്ലാ യുഗങ്ങളിലും സാക്ഷാത് ഭഗവാൻ വരും. അപ്പം ഇന്ന് നമുക്ക് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ് അടുത്ത വ്യാഴാഴ്ച നമുക്ക് ചർച്ച ചെയ്യാം. അതിനകത്ത് പ്രധാനമായിട്ട് 9-ാമത്തെ ശ്ലോകമാണ്. 9-ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ശ്ലോകമാണ്. ജന്മകർമ്മ ചമേ ദിവ്യം ഏവം യോവേത്തി തത്വത തത്വാദേഹം പുനർജന്മ നൈതി മാമേതി സ്വാർജുന. എൻ്റെ ദിവ്യമായ ജന്മത്തെയും കർമ്മത്തെ ആര് തത്വപരമായിട്ട് മനസ്സിലാക്കണം, അത് നണ്ടല്ലി ചെയ്യണം, മനസ്സിലാക്കുന്നു, അവർക്ക് പുനർജന്മമില്ല. അപ്പം എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. ലൈവായിട്ട് വന്നവർക്കും റെക്കോർഡിംഗ് കേൾക്കാൻ പോകുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി, നമസ്കാരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ.